വിവാഹ ശുശ്രൂഷയിൽ പ്രത്യേകമാകുന്ന ദൈവ സാന്നിധ്യം ഈ പകലിൽ വെളിപ്പെടുവാൻ ഇരു കുടുംബങ്ങളെയും വധുവരന്മാരെയും കർത്താവ് അനുഗ്രഹിക്കുവാൻ, കർത്താവിന്റെ ദാസനെ വളരെ ശക്തിയോടെ ഇന്ന് പകലിൽ ദൈവം ഉപയോഗിക്കുവാൻ ഒരുമിച്ച് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് പുത്തൂർ ചർച്ച് ഓഫ് ഗോഡിന്റെ മുൻ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ കെ.എം. തോമസ് മുൻപോട്ട് വന്ന് ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങൾ തന്നെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രിയ ടോമിന്റെയും സ്റ്റേസിയുടെയും വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഇന്ന് പകൽക്കാലം ഈ ഓഡിറ്റോറിയത്തിൽ കടന്നു വരുവാൻ സ്വർഗമോടെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. മനുഷ്യലേഖനായിരിക്കുന്ന നല്ല എന്നെ കണ്ടത്തക്കതായ തുണയൊരുക്കിയ ദൈവം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നല്ല അനുഗ്രഹങ്ങൾക്കായി ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. രാവിലെ സമയം പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയം നടക്കുവാൻ കർത്താവ് സഹായിച്ചു. തുടർന്ന് ഓഡിറ്റോറിയം ഞങ്ങൾ ഒന്നിച്ച കർത്താവിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ അവിടുത്തെ വലിയ സാന്നിധ്യം കൃപയോടെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വിവാഹ ശുശ്രൂഷയിൽ അനുഗ്രഹമായ നല്ല ഗാനങ്ങൾ പാടുവാൻ നിന്റെ മക്കളെ ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. വധുശുശ്രൂഷയ്ക്കായി ഞങ്ങളുടെ വിലപ്പെട്ട ഭൃത്യന്മാരെ കർത്താവ് കരങ്ങളെടുക്കണമേ. ഈ വിവാഹ ശുശ്രൂഷ ആശീർവദിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസനായി സ്റ്റേറ്റ് ഓഫീസർക്കായി പ്രാർത്ഥിക്കുന്നു. സ്വർഗം അവിടുന്ന് ബലപ്പെടുത്തുമാറാകണമേ. തിരുസന്നിധിയിൽ കർത്താവ് തലകളെ വണക്കിരിക്കുന്ന എല്ലാവരും സ്വർഗം അനുഗ്രഹിക്കുമാറാകണം. ഞങ്ങളുടെ പ്രാർത്ഥന കർത്താവ് കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. എല്ലാവരും നിൽക്കുന്ന നിൽപ്പിൽ തന്നെ ഒരു ഗാനം ആലപിക്കുമ്പോൾ മധുവരന്മാർ തനിയോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലുമോ അവരെ ഈ സമയം വേദിയിലേക്ക് പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ ശരിക്കും കേട്ടോ. ഹണിയിൽ വിളിക്കുന്നില്ല തന്റെ കാര്യം ഇരിക്കുന്നത്. അങ്ങനെ പെരുമാറുവാണ് കൃപ. ദൈവം നിങ്ങൾക്ക് ധാരാളം നൽകി തരട്ടെ. ദൈവത്തോട് പ്രത്യേകം നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കും. ഹു ഈസ് റൈറ്റ്, വാട്ട് ഈസ് റൈറ്റ്, ഒരിക്കലും നോക്കരുത്. ഹു ഈസ് റൈറ്റ് എന്ന് നോക്കരുത്, വാട്ട് ഈസ് റൈറ്റ്. ദൈവത്തിന് സ്തോത്രം. കുടുംബജീവിതം ടെമ്പററി അല്ല, കുടുംബജീവിതം പെർമനന്റ് ആണ്. ആ കാര്യം ഒരിക്കലും നിങ്ങൾ ഇരുവരും മറന്നു പോകരുത്. മാരേജ് ഇസ് മെയ്ഡ് ഇൻ ഹെവൻ, ബട്ട് ഇറ്റ് ഈസ് മെയ്ഡ് ഇൻ ഗോഡ്. ദൈവത്തിന് സ്തോത്രം. യു ആർ മെയ്ഡ് ഫോർ ഈച്ച് അതർ, നോട്ട് ഓൺലി ദാറ്റ്, യു ആർ മെന്റ് ഫോർ ഈച്ച് അതർ. പരസ്പരം കൈത്താങ്കൾ കൊടുത്ത് ധന്യമാക്കി തീർക്കുവാനുള്ള കൃപ കർത്താവ് നിങ്ങൾക്ക് നൽകി തരട്ടെ. ഭാര്യ കർത്തവ്യം, ഭാര്യ ഭർത്താവിനെ ഭയപ്പെടണം, കീഴ്പ്പെടണം, അനുസരിക്കണം. ബി ഒബീഡിയന്റ്, സബ്മിസീവ് ആൻഡ് ഫിയർഫുൾ. ഇതാണ് ദൈവം കൽപ്പിച്ചിരിക്കുന്ന വ്യവസ്ഥ. അത് പാലിപ്പാടുള്ളത് നമ്മോടെ ദൈവം നിനക്ക് ധാരാളം നൽകി തന്ന് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ധന്യമാക്കി തീർക്കട്ടെ എന്ന് ഞാൻ സർവശക്തിയോട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ ഞാൻ വാക്കുകളെ ദീർഘിപ്പിക്കുന്നത് മുഖ്യം പന്തിയല്ലാതെ എനിക്ക് നന്നായിട്ടറിയാം. ചച്ചക്കോട്ടെ കേരള സ്റ്റേറ്റിലുള്ള ആകമാനം ദൈവമക്കളുടെയും കർത്തദാസന്മാരുടെയും സമസ്ത ജനത്തിന്റെയും എല്ലാ മംഗള ആശീർവാദങ്ങളും നിങ്ങൾക്ക് ഇരുവർക്കും നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന്റെ സദസ്സിനെ ഇന്നിവിടെ വെച്ച് വിവാഹം നടക്കുമ്പോൾ ഇത് നെടുനായ വിവാഹമാണ്. തൊഴിലായതൊന്ന് കാന്തനായ കർത്താവായ യേശു ക്രിസ്തു ആദ്യയാകുന്ന മണവാട്ടി വീട് കഴിപ്പാൻ എത്രയും അവസരങ്ങളായി കടന്നു വരുവാൻ പോകുന്നു. നീ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണോ? യേശുമായി നിനക്ക് എന്ത് ബന്ധമുണ്ട്? നീ കേട്ടുകേൾവിയുള്ള ഒരു പൂജാവ്യക്തിയല്ല യേശു ക്രിസ്തു. നിന്റെ ജീവിതത്തിന്റെ വേദനകൾ ഒപ്പിയെടുക്കുന്ന ഏത് സമയത്തും നിന്നോട് അടുത്ത് വന്ന് നിന്റെ വേദനകളെ പരിഹരിക്കാൻ കഴിവുള്ള നിനക്ക് വേണ്ടിയുള്ള ഏക മധ്യസ്ഥൻ, ഏക പ്രാർത്ഥന സഹകാരി യേശുവിന് മാത്രമാണ്. അവരുമായിട്ട് ബന്ധം നിങ്ങൾ ഉറപ്പുവരുത്തിയാൽ എത്രയും താമസമില്ല. കുഞ്ഞാടിന്റെ കല്യാണം വരുന്നു, തന്റെ കാന്തയിൽ തന്നെ താൻ ഒരുക്കപ്പെടുന്നു. ആ മകൻ നിരത്തെ
ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ എല്ലാവർക്കും കർത്താവ് കൃപ തരട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് തുടർന്നുള്ള ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി കർത്താവിന്റെ ദാസൻ പാസ്റ്റർ അലക്സാണ്ടർ മാത്യുവോട് മുന്നോട്ട് കടന്നുവന്ന് പ്രാർത്ഥനയിൽ നിർണയിച്ച പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിലെ നല്ല പിതാവേ, നല്ല പകലുകൾക്കായി വേണ്ടി ഞങ്ങൾ അങ്ങേ ശ്രദ്ധിക്കുന്നു, വാഴ്ത്തുന്നു. ഇതുവരെയും ഞങ്ങളുടെ സന്നിധാനത്തിൽ സാന്നിധ്യത്തിന്റെ മറയിൽ ഞങ്ങളായിരിക്കാൻ ദൈവമായ കർത്താവ് സഹായിച്ചതിനായി സ്തോത്രം. വിലപ്പെട്ട കർത്തദാസന്മാർ കൂടി ശ്രേഷ്ഠമായ കുടുംബജീവിതത്തെ പറ്റിയുള്ള ദൈവീയ വചനങ്ങൾ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. വചനം കേട്ട എല്ലാവരും ഉള്ളത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാക്രിയണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ നീക്തവചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീക്തുള്ളതോ പ്രിയ സ്റ്റേജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിൽ പ്രവേശിക്കാൻ പോകുന്ന ഈ സമയം ദൈവത്തിന്റെ പ്രത്യേകമായ തുക അവരുടെ ചൊല്ലേണ്ടതിനായി ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. വിവാഹ ശുശ്രൂഷ ആശീർവദിക്കുന്ന നിന്റെ കാമിദാസൻ സ്റ്റേറ്റ് ഓഫീസർ വിജയൻ സാറിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷകളെ നിർവഹിക്കുന്ന ഈ നിമിഷം പ്രത്യേകമായ ഒരു അഭിഷേക ശക്തി തന്റെ മേൽ വ്യാപരിച്ചു കാണുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവിന്റെ സാന്നിധ്യം ഉണ്ടാകുവാൻ ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്ന കർത്താവേ, ദിവസത്തെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ആമീൻ, അതുപോലെ കർത്തദാസന്മാരെ ആമീൻ എല്ലാവരും ദൈവം ഒരിക്കൽ കൂടെ തരിക. നല്ല കാലകാലത്തെ ദൈവത്തെ ആമീൻ അങ്ങനെ തുറന്നു അനുഗ്രഹിക്കപ്പെട്ട ആമീൻ ഒരു വിടുതൽ ശുശ്രൂഷ ആമീൻ തുടർന്ന് വെളിപ്പെടുവാൻ ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. തുടർന്നിരിക്കണം മുഖത്തൊന്നില്ലേ യേശുവിന്റെ സ്വരൂപിൽ പ്രാർത്ഥനകൾ നന്ദി. ദയവായി പിന്നീട് എഴുന്നേറ്റ് ഇവരെ മാന്യ സദസ്സിനെ ഒന്നുകൂടെ പരിചയപ്പെടുത്തുന്നു. നിയുക്തവരൻ ടോം വർഗീസ്, കൊല്ലം ജില്ലയിൽ കൊട്ടാരത്തെ താലൂക്കിൽ പുത്തൂരിൽ എറമത്ത് വീട്ടിൽ പരിതനായ ഇന്ത്യ വർഗീസിന്റെയും മറിയാമ്മ വർഗീസിന്റെയും മകൻ പുത്തൂർ ചച്ചക്കോടിലെ അംഗമായിരിക്കുന്ന ടോം വർഗീസ് എന്ന് പറയുന്ന ഈ യുവാവ് നിയുക്തവധു അമേരിക്കയിൽ ഹ്യൂസ്റ്റണിൽ ഷുഗർലാൻഡിൽ 1714 ബ്രൂക്ക്വുഡ് പ്ലേസിൽ പാസ്റ്റർ മാത്യുവിന്റെയും മറിയാമ്മന്റെയും മകൾ ഹിമാലയൻ പെന്തക്കോസ്റ്റൽ ചർച്ച് അംഗമായിരിക്കുന്ന സ്റ്റേസി മാത്യുവിന്റെ അനുഗ്രഹീതയായ ഈ യുവതി ഇവരിൽ വിശുദ്ധ മാധവത്താൽ ഭാര്യ ഭർത്താവായി തീരുവാൻ സർവശക്തനായി ആരോപണം കടന്നു ഉത്തരവാദിത്തപ്പെട്ടവർ കണ്ടു നിശ്ചയിച്ച് ഉറപ്പിച്ചു. ഇന്നിവിടെ വെച്ച് വിവാഹം നടക്കുമ്പോൾ ഇവർ നമ്മുടെ ഭാര്യ ഭർത്താവുമായി തീരുവാൻ നിയമപരമായ ഉത്തരവാദിത്തപ്പെട്ട ആർക്കും അറിയിക്കാനുണ്ടെങ്കിൽ അതിന്റെ അവസാനത്തെ അവസ്ഥ ഇതായിരിക്കുമെന്ന് മാന്യ സദസ്സിനെ ഞാൻ ഇന്നലെ അറിയിച്ചുകൊള്ളുന്നു. നിങ്ങളുടെ മൗനം ഇവരൊരു ഭാര്യ ഭർത്തമായി തീരുവാനുള്ള അനുവാദമായി കഴിയുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ടോമറീസിനോട് സ്റ്റേസി മാത്യുവിനോട് ഓർപ്പിക്കാനുള്ളത് God is going to join you together. ദൈവമാണ് നിങ്ങൾ ഇരുവരും തമ്മിൽ യോജിപ്പിക്കും. If there is any secrecy between you which hinders your unity, let it be forsaken. You humble before the Lord, and the Lord is going to honor you. ഇവരിരുവരും ദൈവകൃപയുള്ള ഭക്തിയുള്ള ദൈവിക ചിട്ടയിൽ വളർത്തപ്പെട്ട കുടുംബത്തിലെ കുഞ്ഞുങ്ങളാകുന്നത് അങ്ങനെയുള്ള ചാപങ്ങളൊന്നും അവർക്കില്ല എന്ന് വിചാരിക്കുന്നുവെങ്കിൽ I ask you, Tom Varghese, will you have Stacey Matthew to be your lawful wedded wife, to live together according to God's holy law in the state of matrimony? God bless you. Will you love her, comfort, honor and keep her in sickness and health, and forsaking all of this, keeping only to her, sorrow on us, both of you shall live? ദൈവത്തിനെ അനുഗ്രഹിക്കട്ടെ മോനെ. സ്തോത്രം. സ്റ്റേസി മാത്യു, will you have Tom Varghese to be your lawful wedded husband, to live together according to God's law of holy matrimony estate? Will you love him, comfort, honor and keep him in sickness and in health, and forsaking all others, keeping you only to him, so long as you both shall live? ദൈവത്തിനെ അനുഗ്രഹിക്കട്ടെ. ഇരുവരും ആ കാര്യം പരസ്യമായി പ്രസ്താവിച്ചിരിക്കുന്നുണ്ട്. വിവാഹത്തിലൂടെ നടത്തിക്കൊടുക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. ഈ അനർക്കട നിമിഷം ദൈവമക്കളായ നാം പ്രാർത്ഥനാപൂർവ്വം എഴുന്നേറ്റ് നിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ പ്രയോജനക്കാരാണ്. I'm
Let the triune God, who knows everything, who is the creator of all the families, both on heaven and on earth, shall come down and make you join to the Tom Varghese and Stacy Matthew as your parents and the invitees and the respected men of God be a witness to it. Let's pray. Our Heavenly Father, we thank and praise you for this unique opportunity. As Tom Varghese and Stacy Matthew are going to be joined together, we pray that blessings may fall upon us, O Lord. We are fragile beings, we have failures, we have shortcomings, O Lord, but Thou art the one who is perfect, Thou art the one who knows everything. We pray, hallelujah, as these little ones take the marriage oath, we pray that Thou will make them be possible, that till the death they may keep this covenant and they be blessed. All the blessing which Thou hast restored for a spiritual family may fall on these dear ones, O Lord. Thank you for hearing our prayer. In Jesus' precious name we pray. Take you, Stacy Matthew, to be my wife, to hope and to hold. From this day forward, for better, for worse, for richer, for poor, in sickness and in health, to love, cherish, and honor, till death us do depart, according to God's holy law. To this, I give you my blood. Tom Varghese, the Lord has accepted your word, and we are witness to it. From this day forward, for better, for worse, for richer, for poor, in sickness and in health, to love, cherish, and honor, till death us do part, according to God's holy law. To this, I give you my peace. Please see Matthew. The Lord has accepted your oath, and we are witness to it. Chapter 19, verses 3 to 6 says so. And the Pharisees came up to him and tested him by asking, Is it lawful to divorce one's wife for any cause? He answered, Have you not read that he who created them from the beginning made them male and female, and said, Therefore, a man shall leave his father and his mother, and hold fast to his wife, and the two shall become one flesh. So they are no longer two, but one flesh. What therefore God has joined together, let not man put
asunder. The Lord has joined these together. Let not man put asunder. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപിരിക്കരുത്. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. നമ്മെ എല്ലാവരെയും സാക്ഷി നിർത്തി അനുഗ്രഹിക്കുന്നതായ ടോപ്പറീസ്, അനുഗ്രഹിക്കുന്നതായ സ്റ്റേസി മാത്യു എന്നിവർ ഉടമ്പടിയുടെ വാചകം ചൊല്ലി ഭാര്യയും ഭർത്താവുമായി തീർന്നിരിക്കുന്നത് കൊണ്ട് ഇന്നു മുതൽ അവർ അറിയപ്പെടുന്നത് മിസസ് ആൻഡ് മിസ്റ്റർ ടോപ്പറീസ് എന്ന പേരിലായിരിക്കും. ഈ നവകുടുംബത്തെ ഓർത്ത് കരമുയർത്തി കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. God bless you. കടമ്പുകൾ നിറവേറ്റി വിശ്വസ്തയോടും നിർവനാദിശമായ സ്വർഗീയ കൃപ നിന്റെ മകനെ കർത്താവ് കൂടുതൽ പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രിയമായ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉത്തമമാരുടെ എല്ലാ കടമ്പുകൾ നിറവേറ്റി വിശ്വസ്തയോടും ജീവൻ നയിക്കാൻ ആവശ്യമായ സ്വർഗീയ കൃപ ഈ കർത്താവ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നതിനാവേ നിന്റെ ദാസന്മാർ ഒരുമിച്ച് അനുഗ്രഹിക്കുമ്പോൾ അവർ തമ്മിലോടുകൂടെ സാധേ ഈ സാക്കിനോടുകൂടെ യാക്കോബിനോടുകൂടെ രാഗേലിനെ ബോവസിനോടുകൂടെ രൂത്തിനെ അബിലാസിനോടുകൂടെ പ്രിസ്കിനെ അനുഗ്രഹിച്ച ഞങ്ങളുടെ പിതാക്കന്മാരെ അനുഗ്രഹിച്ച ദൈവമേ അങ്ങനെ നാമത്തിൽ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കുന്നു. സ്വർഗ്ഗത്തിലെയും ഭൂമിയിലെയും സകലാത്മീയ അനുഗ്രഹം കൊണ്ട് സ്വർഗ്ഗത്തിലെ ജനഗണന നടത്താതെ അവർ സന്താന ഭാഗ്യമുള്ളവരായി ആത്മീയ ഭൗതിക അനുഗ്രഹിക്കുന്നവരായി വലിയത് അനുഗ്രഹിക്കപ്പെടുവാൻ സ്വർഗ്ഗത്തിലെ സഹായിക്കുന്ന പ്രാർത്ഥിക്കുന്നു. നിരാസമരാൻ ഓർമ്മിച്ച പിതാവിന്റെ പരിശുദ്ധമായ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. ഒരു അനുഗ്രഹമായിരിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. അവരുടെ വാക്കുകൾ പുറത്തേക്ക് കിട്ടുക എന്ന് പറയുന്നത് തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ പോലും അവർ മാതാക്കൾ നിത്യത്തിൽ വിശ്രമിക്കുന്ന ടോമിന്റെ പിതാവ് അങ്ങനെ തന്നെയായിരുന്നു. വാസുല്യ അമ്മച്ചി വല്യമ്മച്ചി ഇവിടുണ്ട്, പ്രാർത്ഥിക്കുന്ന ഒരു വല്യമ്മച്ചി പ്രൊഫസറോ അത് തിരുവചന പ്രകാരം തന്നെയാണ്. രൂത്തിനെ പോലെ നവമിയെ പോലെയാണ് ഇന്നും ആ പ്രൊഫസർ അമ്മച്ചി മരുമോളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നത്. ഞാൻ രാവിലെ ദേവദാസന്മാർ ഓർപ്പിച്ചതുപോലെ, ഇപ്പോൾ ഇരിക്കുന്ന ദേവദാസൻ ഓർപ്പിച്ചതുപോലെ ആ പ്രിയ അമ്മമ്മ ഒരു വഴക്കും ഒരു ശബ്ദവും ആവശ്യമില്ലാത്ത ഒരു കാര്യവും പറയാറില്ല. അങ്ങനെ വളർത്തപ്പെട്ട 3 കുഞ്ഞുങ്ങളിൽ വളരെ സൗമ്യനായ ടോമിന്റെ വിവാഹത്തിൽ സംബന്ധിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. വളരെ പ്രാർത്ഥിക്കുന്നതിനും ദൈവകൃപയിൽ വളർന്നു വന്ന പ്രിയ
പ്രിയ പൈതലിന്റെ വിവാഹം ഏറ്റവും അനുഗ്രഹമായിട്ട് മോളെ നിന്റെ ജീവിതത്തിൽ ടോം ഒരു അനുഗ്രഹമായി തീരട്ടെ. ദൈവം അനുവദിച്ചാൽ അമേരിക്ക പട്ടണത്തിൽ ചെല്ലുമ്പോൾ മറ്റെല്ലാ യുവാക്കന്മാരെക്കാൾ വ്യത്യസ്തമായ അനുഭവത്തോടുകൂടിയാണ് അവരുടെ ജീവിത അനുഭവങ്ങൾ. അങ്ങനെ തന്നെ അവന്റെ ജീവിതവും ആ നിലയിൽ കൊണ്ടുപോകുവാൻ ദൈവം കൃപ നൽകട്ടെ. കുടുംബജീവിതം എല്ലാവിധത്തിലും അനുഗ്രഹീതമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എന്റെ കുടുംബത്തിന്റെയും ഇപ്പോൾ ഞാൻ പ്രതിദാനം ചെയ്യുന്ന നെടുമങ്ങാട് സൗത്തിന്റെ ഡിസ്ട്രിക്റ്റിന്റെ എല്ലാ ദൈവദാസന്മാരുടെയും ആശംസകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ചുരുക്കുന്നു. സമയം ലഭിച്ച പ്രിയപ്പെട്ട നന്ദി പറയുന്നു. A very humble servant of God is being used mightily wherever he goes, especially in Houston now. God bless him. But Stacy, a very humble, courteous, helpful, soft-spoken girl. I know from a very young age, and brought up in a very God-fearing family, God-fearing parents, 3 sisters, all talented. God bless them all. Once again, I thank. That support you can see is over here. We have 10 families who came all the way from Houston to attend this wedding. That's how we love a pastor. Thank God.